എന്ത് പറ്റി മേഘന? ആകെ ഷോക്കാണല്ലോ. അക്കൗണ്ട്സ് എക്സാം കയ്യിൽ നിന്ന് പോയിന്നാ തോന്നുന്നു. നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, എഴുതിയിട്ടുണ്ട്. എനിക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഫുൾ കൺഫ്യൂഷൻ ആയിട്ടാ തോന്നിയത്. ഏത് ദിവസം എനിക്ക് ഇത്ര കൺഫ്യൂഷനാ? ഇതിലൊരു ക്വസ്റ്റ്യൻ ഇല്ലേ, റാം ഒരു കോഫി ഷോപ്പ് തുടങ്ങി, അതിൽ കുറെ എക്സ്പെൻസ് വന്നിട്ട് ഡയറക്റ്റ് കോസ്റ്റ് ഏതാ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഏതാ ചോദിച്ചില്ലേ, അതെങ്ങനെ ശരിക്കും ചെയ്യാ? ഓ, ഈ ക്വസ്റ്റ്യൻ ആയിരുന്നോ? ഇത് കോൺസെപ്റ്റ് വൈസ് മനസ്സിലാക്കിയ എളുപ്പമാണ്. ഇത് ഞാൻ നിനക്ക് ഈ എക്സാമ്പിൾ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ മിസ്റ്റർ റാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു കോഫി ഷോപ്പാണ്. ഒരു കോഫി ഉണ്ടാക്കാൻ എന്തൊക്കെ ഐറ്റംസ് വേണ്ടി വരും? കോഫി പൗഡർ, ഷുഗർ, പാല്, വെള്ളം, ഗ്യാസ്. നീ ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ വാങ്ങാനുള്ള ചെലവുകളാണ് അതിന്റെ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ വേറെ എന്തൊക്കെ ചെലവുകൾ വരാം? കറണ്ട് ബില്ല്, റൂം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റെന്റ്, സ്റ്റാഫ് ഉണ്ടെങ്കിൽ സാലറി. ഇനിയിപ്പോ ഒരു അഡ്വർടൈസ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ ആ ചെലവുകൾ വരാം. ഈ പറഞ്ഞ ചെലവുകളാണ് അതിന്റെ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഒരു പ്രൊഡക്റ്റ് ഓർ സർവീസിന് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെലവുകളാണ് അതിന്റെ ഡയറക്റ്റ് കോസ്റ്റ്. അതേപോലെ ഒരു ബിസിനസിന്റെ പ്രൊഡക്റ്റ് ഓർ സർവീസിനെ നേരിട്ട് ബന്ധപ്പെടാത്ത എന്നാൽ ഓവറോൾ ബിസിനസിനെ സപ്പോർട്ട് ചെയ്യുന്ന കോസ്റ്റുകളെയാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്.